മോളുടെ മനസ്സിനെ അമ്മാവൻ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം. ഏതൊരാളും ചിന്തിക്കുന്ന പോലെ തന്നെ അമ്മാവനെ ചിന്തിച്ചെന്നേ ഉള്ളൂ. ശേഖരൻ തമ്പുരാൻ പോയ പിന്നെ മോക്കും അമ്മയ്ക്കും വേണ്ടിയാ ഇത്രയും കാലം ഈ അമ്മാവൻ ജീവിച്ചത്. ഇനി അങ്ങോട്ടും മറിച്ചൊരു ജീവിതം എനിക്കില്ല. മോളെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ച് ഈ അമ്മാവൻ ചിന്തിക്കുക? അമ്മാവൻ ലോറിയല്ലേ ഓടിക്കുന്നത്? ഒന്ന് കൈതെറ്റിപ്പോയാ ഒരു ഉൾഭയമാ. അതാ பத்ரன் தம்பரா, இது லாஸ்ட் டேட். பணத்துக்கு பணம் தான் தேவை. வீண் பேச்சு பேசி மரியாதை குறைக்கிறதுக்காக நான் வரல. அட்வான்ஸ் திருப்பி கொடுத்துரு. ஆமா, இது எவ்வளவு இருக்கே? ഇത് 25 ലക്ഷം. ഇതോടെ ഈ ഇടപാടിൽ ചെട്ടിയാർക്കും എനിക്കുമുള്ള കഥ തീർന്നു. ചെട്ടിയാർ ഇതിവിടെ തീർക്കണം, തീർത്തേ പറ്റൂ. பத்ரன் தம்பரா, என்ன இப்படி பேசுறே? உங்களுக்கு தெரியும் கோர்ட் விவகாரம் நடக்கின்ற லாண்ட் என்று. எனக்கு அது தெரியாம நான் தான் உங்களுக்கு 50 ലക്ഷത്തെ അഡ്വാൻസ് കൊടുത്തതേ. നിങ്ങൾ ആ സ്ഥലം വാങ്ങണമെന്ന് വിചാരിച്ചു തന്നെ കേസിനും വക്കീലിനുമായി ലക്ഷങ്ങൾ ഞാൻ ചെലവാക്കിയത്. ഇപ്പൊ കേസുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞപ്പോ താമിന് മാറിയാ. ഞാൻ ചെലവാക്കിയ കാശൊക്കെ ആര് തിരിച്ചു തരും? ഇനി എനിക്ക് ബാക്കി പണം തിരിച്ചു തരണമെന്ന് തോന്നണമെങ്കിൽ ഞാൻ ഈ കേസ് ജയിക്കണം. ചെട്ടിയാർ അതുവരെ കാത്തിരുന്നേ പറ്റൂ. മനസ്സിലായോ? ഇപ്പൊ ഈ കാശ് എടുത്തോണ്ട് ചെട്ടിയാർ സ്ഥലം കാലിയാക്കാൻ നോക്ക്. அப்ப கேஸ் தோற்று போனா என் பணம் எனக்கு திருப்பி கிடைக்காது. அப்படித்தானே தம்பரா? நான் மதுரை அமைச்சாபுரத்தில் சேர்ந்தவன். ஏன் பணம் வாங்காம கேரளாவில் இருந்து இந்த தங்கவேலு செட்டியார் நகர மாட்டேன். பத்ரா, வரட்டுமா? അതെ, ചെട്ടിയാർ നിന്നേ. ദേ ഇത് തങ്കവേലു ചെട്ടിയാര്. ഞാൻ ഭദ്രൻ, വാഴും കോവിലിടത്തെ ഭദ്രൻ തമ്പുരാൻ. ചെട്ടിയാർ ഒരു വഴിക്ക് പോവല്ലേ? പോടോ. வாங்கடா. ഇങ്ങോട്ട് താമേ. 10-15 മിനിറ്റ് വൈകി. വരുന്ന വഴിക്ക് മുഴുവൻ ട്രാഫിക് ജാം. ഇതിവിടെ ഇരിക്കട്ടെ. അമ്മ കയറിക്കോ. എന്നാ പുറപ്പെടാൻ ഗായത്രി. ഇങ്ങനൊരു യാത്ര ഗായത്രി പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നതാണല്ലോ തോമസ് ഊട്ടി ജീവിതം. എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ യാത്ര.